സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ ഒരു ഏടാകൂടവുമായിട്ടൊരാളുണ്ട്. ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടാ, എന്താണ് ഈ ഏടാകൂടം? പരിപാടി എന്താ? ഏടാകൂടം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊരു കളി ഉപകരണം, അതാണ് ഏടാകൂടം. ഒരു തരം ലോക്കാണ് അത്. റുബിക്സ് ക്യൂബിന് പകരം ഒരു തരം ലോക്കാണ്. ഈ പഴയ കാലത്തെ കളി എന്ന് പറയുമ്പോൾ കാലത്തുണ്ടായിരുന്ന വസ്തുക്കളാണ് ഇത്. നമ്മുടെ ഏത് കാലത്ത്? ഉണ്ണിയേട്ടൻ്റെ കുട്ടിക്കാലത്ത്? എൻ്റെ കാലത്ത് കുട്ടിക്കാലത്തൊക്കെ ഉണ്ട്. ഞാനിത് ആദ്യമായിട്ട് കാണും. ഇതാരും ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇത് തമ്പുരാക്കന്മാർ, പഴയ കാലത്തെ തമ്പുരാ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അവരുടെ വീടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഓരോരുത്തരും ഉണ്ടാക്കി കൊടുക്കുന്ന അവർ അവിടെ സൂക്ഷിച്ചു വെക്കാന്നല്ലാതെ പുറത്തിറക്കിയില്ല. എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ക്യൂബ് കളിക്കുന്നത് പോലെ, ക്യൂബിക്സ് കളിക്കും പോലെ ഓരോ ആശാരിമാരുടെ മണ്ടയിൽ ഉദിച്ചിട്ടുള്ള സാധനങ്ങളാണ് പഴയ കാലത്ത്. ഇതെന്താണ്? ഗണിതമാണോ? ഗണിതത്തിലാണ് ഇതിനും കണക്കുകളുണ്ട്. കൂടെന്ന് പറഞ്ഞാൽ കണക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് സെറ്റ് ചെയ്യാൻ കഴിയണം. കൂടെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, അതാണ് പറഞ്ഞത്. അപ്പോൾ ഏടാകൂടെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. എടാകൂടം എന്ന് പറയുമ്പോൾ കൂട്ടി ചേർക്കാൻ കഴിയണതൊക്കെ. ഇതൊക്കെ പലതരം കട്ടിങ് ആണ് ഇതിനകത്ത് ഓരോന്നിനും ഉണ്ടാവുക. അത് 15 തരം പീസാണ്. ഇതെന്താ സംഭവിച്ചത്? 15 പീസാണ്. ഇതിന് ഒരു ലോക്ക് ഉണ്ടാവും. ഒരു ലോക്ക് ഉണ്ടാവും. ഈ 15 പീസിന് ഒരു ലോക്കിലാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇത് എവിടെ നിന്ന് ഇത് എടുക്കണം, കഴിക്കണം, സെറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. കഴിച്ചാലാണ് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എനിക്ക് അയക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ള എടുക്കാൻ പറ്റില്ല. എല്ലാറ്റിനും ഓരോ തരം ലോക്ക് ഉണ്ടാവും. ഓരോന്നിനും ഓരോ തരം ലോക്കാവും. ഈ 15 പീസിന് ഒരു ലോക്ക് ഉണ്ടാവും. എനിക്ക് മനസ്സിലാവും. 2 തരം ലോക്ക് ഉണ്ടാവും. ഇതിലൊക്കെ പലതിനും വ്യത്യസ്ത തരങ്ങളായിരിക്കും. ഈ 12 പീസാണ് ഇത്. ഇതിന് വേറൊരു തരം ലോക്ക് ഉണ്ടാവുക. ഇത് 6 പീസാണ്. ഇതിന് വേറൊരു തരം ലോക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഉണ്ണിയേട്ടനത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇടകൂടത്തിൽപ്പെട്ടു. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് ലഘുവായിട്ടൊന്ന് കാണിച്ചു തന്നാൽ. അങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇത് ഉണ്ടോ? ഇതൊരു ലോക്കാണ്. ഇതൊരു ലോക്കാണ്. ഇതിൻ്റെ ഉള്ളിലെ കട്ടിങ് കണ്ടോ? ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ അടിയിൽ വേറൊരു തരം കട്ടിങ് ആണ്. അതിന് ഇതിൻ്റെ അടിയിൽ വേറൊരു തരം കട്ടിങ് ആണ്. ഈ കട്ടിങ് ഓരോന്നും കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ലോക്ക് ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഓരോ കണ്ടോ? ഇതിപ്പോൾ വെച്ചാൽ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ പലതും പല തരമാണ്. ഒരേ സെയിം. ഞാൻ ചോദിക്കുന്നത്, ഇതിങ്ങനെ വെക്കുന്നത് കൊണ്ട് അന്നത്തെ രാജാക്കന്മാരുടെ ഒക്കെ എന്റർടൈൻമെന്റ് എന്തായിരുന്നു? കളിക്കാൻ ഉപയോഗിച്ചിരുന്നാണ് അവര് ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കാൻ ഉപയോഗിച്ചിരുന്നാണ്. നമ്മൾ ഈ ചെസ് ഒക്കെ കളിക്കുന്നത് പോലെ. പിന്നെ അവര് ആളുകൾക്കൊക്കെ ഇതൊന്ന് നേരാക്കിയെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കളിക്കാൻ ചരിത്രം ഉപയോഗിച്ചിരുന്നാണത്. ഓരോരുത്തരും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ തച്ചന്മാരുടെ ബ്രെയിനാണ് ഇതിന് വർക്ക് ചെയ്യുന്നത്. ഈ സംഗതികളൊക്കെ എന്താണ്? ഇതെന്താ സംഭവം? എന്താണ് ഇത്? നീക്കി കളിച്ചിട്ട് ചുവന്ന കട്ടിൽ താഴെ കൊണ്ടുവരണം. എടുത്തു വെക്കാൻ പാടില്ല. നീക്കി കളിച്ച് കൊണ്ടുവരണം. ഒന്ന് ജസ്റ്റ് നമുക്ക് ചാനലിന് വേണ്ടി ഒന്ന് കാണിക്കാം. 36 പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ വെച്ച് നീക്കിയാലേ അത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. 36 പ്രാവശ്യം. ഇതെന്താണ്? ഈ സാധനം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. ഇവിടെ ജോയിന്റ് ഉണ്ടോ? കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. ഇല്ല, ജോയിന്റ് ഇല്ല. ഇപ്പുറം നോക്കിക്കോളൂ. ജോയിന്റ് ഇല്ല. ഇവിടെ ഹോളുണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല. എങ്ങനെ ഈ രണ്ടാണ് ഈ 2 വശത്തുനിന്ന് കയറ്റി? ഏടാകൂടാണ്. അത് ഏടാകൂടല്ല. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം എടുത്താൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് എങ്ങനെ കയറ്റി എന്നുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് ഉണ്ണിയേട്ടനത് പുറത്തെടുക്കും. അവിടെ എടുക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ കൊണ്ട് കഴിയില്ല. 1-2 പ്രാവശ്യം എടുത്താൽ ഉപയോഗിക്കുകയും ചെയ്യും. ഇത് എഞ്ചിനീയർമാരൊക്കെ ഷോക്കി കൊണ്ടുവയ്ക്കുന്നത്. ഇത് എവിടെന്നെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ഷോക്കിയായിട്ട് കൊണ്ടുവയ്ക്കുന്നൊരു. അടുത്ത ഇതെന്താണ്? അത് 8 ഹോളിൽ കൂടെയാണ് ഈ കയറ് കൊടുക്കണം. 2, 4, 6, 8 അല്ലേ? ഈ വള ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയും വേണം. ഇതിനകത്ത് ഇടുകയുണ്ട്. എവിടെയും കട്ട് ചെയ്യാൻ പാടില്ല. ഫ്രെയിമൊക്കെ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. എൻ്റെ ചോദ്യം ഇതാണ്. ഞാനിത് കാണിക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഉണ്ണിയേട്ടൻ എന്തുകൊണ്ട് ഇത് കാണിച്ചു തന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കണ്ടേ? അപ്പൊ എങ്ങനെ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ടെക്നിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല. വാങ്ങിക്കുവാണെങ്കിൽ ചെയ്യും. അതിന്റെ സിമ്പിളാണ്. 4 ഹോൾ കൂടെയാണ് കയറും. എടുത്ത് നോക്കേണ്ടവർക്ക് എടുത്ത് നോക്കാം. വേണ്ടെന്ന് ഞാൻ പറയില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒരാളൊന്ന് ചാലഞ്ച് ഏറ്റെടുക്കാം. ഇത് പുറത്തെടുക്കാൻ പറ്റുമോ? 4 ഹോൾ കൂടെയാണ് കയറ്. ഈ വള പുറത്തെടുക്കണം. എടുക്കാൻ പറ്റുമോ? എടുക്കുകയും ചെയ്യാം. അതിനകത്തൂടെ എടുത്തിട്ട് അതിനകത്തൂടെ കയറ്റിയിടുകയും ചെയ്യാം. ഇതിന്റെ പേരറിയോ? എന്താണെന്നറിയോ? ഏടാകൂടം. കിട്ടുന്നുണ്ടോ? ഇല്ല. കിട്ടുന്നുണ്ട്. ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുമോ? ഈ 6 പീസ് കൊണ്ട് ഇതൊരു 6 പീസ്. 6 പീസ് ഇതുകൊണ്ട് എച്ച് ഉണ്ടാക്കണം. 6 പീസ് വെച്ച് കഴിഞ്ഞാൽ എച്ച് ആവണം. ധൃതി പിടിക്കരുത്. 6 പീസും വെക്കണം. വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എച്ച് ആവണം. ഓക്കെ.
കറക്റ്റ് എവിടെയും ജോയിൻ്റ് ഒന്നും തെറ്റാൻ പാടില്ല. 6 പീസ് വെച്ചാൽ എച്ച് ആയിരിക്കണം. അതൊക്കെയാണ് ഈ ഏടാകൂടം എന്ന് പറയുന്നത്. ബ്രെയിനായിട്ട് സംബന്ധിക്കുന്ന ചെറിയ വസ്തുക്കളാണ് ഏടാകൂടം. താല്പര്യമാണെങ്കിൽ മേടിച്ച് കൊണ്ടുപോയി പഠിക്കാം. 6 പീസും കറക്റ്റ് ഇത് വെച്ചാൽ എച്ച് ആയിരിക്കണം. എവിടെയും ജോയിൻ നമ്മൾ എച്ച് എങ്ങനെ എഴുതും അത് ആദ്യം ചിന്തിക്കണം. കണ്ടോ, ഇതുപോലെയല്ലേ വരുന്നത്? അപ്പോൾ ആ എച്ച് അതുപോലെ തന്നെ വരണം. ഈ കളർ തന്നെ വരണം. ആ, വേറൊരു കളറും വരും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യണം നോക്കുക. കുറച്ച് നേരം മൊബൈൽ കളിക്കാനാണ് നിങ്ങൾക്കിപ്പോൾ ധൃതി പിടിച്ചിട്ട് നിങ്ങൾ വിചാരിച്ചത് എന്ത് മൊബൈലിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. ഇത് മൊബൈലിലെ കളി കുറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. താല്പര്യമുണ്ടെങ്കിൽ മേടിച്ച് കൊണ്ടുപോയിട്ട് പഠിക്കാം. കുറച്ച് നേരം ക്ഷമയോട് കൂടി ഇരുന്ന് പഠിക്കാം. അപ്പോൾ ഈ കോർണറുകൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ പാടില്ല. ആ കോർണറുകളൊന്നും വരാൻ പാടില്ല. പണിപാളിയാ പളി. അപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി തരും. ഫ്രീ ആയിട്ട് ഒന്നും ചെയ്ത് തരും. ഫ്രീ ആയിട്ട് ഒന്നുമില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ. എല്ലാ ടെക്നിക്കുകളായിട്ടുള്ള ഉപകരണങ്ങളാണ്. എല്ലാം ലോക്കാണ് അല്ലേ? ഇതെല്ലാം ലോക്കുകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാൻ പറ്റുമെന്ന്. പക്ഷെ കാണിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു കച്ചവടം കൂടിയും മാത്രമല്ല ഇത് ബ്രെയിനാണത്. അതായത് ഇതും കാഴ്ചയിൽ നിങ്ങൾക്ക് ഒരേ വസ്തുവാണ്. ഇതിൻ്റെ കട്ടിങ് രണ്ടും 2 തരമാണ്. ഇതിന് 5 തരം കട്ടിങ്ങും ഇതിന് 4 തരം കട്ടിങ്ങാണ്. ഒരു ലോക്കാണുള്ളത്. പിന്നെ ഇതിൽ വലിയ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഇതിൽ വലിയ പല വ്യത്യാസങ്ങളാവും. നമ്മളൊക്കെ പറയാറുണ്ട് പണ്ട് കൊടുത്ത് ചാടി എന്ന് പറയണില്ലേ? അല്ല, ഈ പണ്ട് കാലത്തെ ആളുകൾ ഉപയോഗിച്ചതിന് പകരം ഒന്ന് വെക്കടാ നമ്മൾ പറയാറുണ്ട്. ഇതിന് പകരം വെക്കാൻ ഇന്നത്തെ ക്യൂബിക്സ് ഒക്കെ വളരെ ചെറുതായിരിക്കും. തിരിച്ച് കളിച്ചുകൊണ്ട് വേഗം ശരിയാക്കി. ചിലർക്ക് ടെക്നിക്ക് ആയിരുന്നുള്ളൂ, അവർക്ക് ഇത് പെട്ടെന്ന് നടന്നോളന്നില്ല. ഇത് ചേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും ചലഞ്ച് ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ? ഇവിടെ ധൈര്യം വാങ്ങിച്ചു കൊണ്ടുപോയി അവർ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഒപ്പം മൊബൈൽ നമ്പർ കൊണ്ടുപോകും. തോറ്റ് കഴിഞ്ഞാൽ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വെക്കണ വീഡിയോ ഉണ്ടോ അയച്ചു കൊടുക്കും. ഓക്കെ, ചേട്ടൻ വെക്കും. ചേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും ഇത് എത്ര വർഷമായി ചേട്ടൻ ഇതുമായിട്ട് ഇങ്ങനെ നടക്കലൂടെ? 20 വർഷം 20 വർഷത്തിനടുത്ത് ആരെങ്കിലും ഇത് നേരാക്കിയിട്ടുണ്ടോ? ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി ചെറിയ പഠിക്കാൻ തയ്യാറാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ സ്പോട്ടിൽ വെച്ചിട്ട് ആരും ശരിയാക്കിയിട്ടില്ല. ചേട്ടൻ വീഡിയോ അയച്ചു കൊടുക്കും, അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഈ ഒരു ഏടാകൂടം റെഡിയാക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ണിയേട്ടൻ നമ്മൾ സമീപിക്കും. 6 പീസാണ്. വെച്ച് നോക്കിയോളൂ. അവർക്ക് താല്പര്യം പഠിക്കാം. മൊബൈലിലാണെങ്കിൽ നമുക്ക് പറ്റും. തോണ്ടി കളിക്കല്ലേ വേണ്ടുള്ളൂ. ഇത് ബ്രെയിനാണ്. ഏതായാലും ഞാൻ നാളെ നിങ്ങൾക്ക് വേറൊരു സാധനം കൊടുത്തരും. നോക്കട്ടെ, നാളെ വേറൊരു സാധനമുണ്ട്. നാളെ നമ്മൾ വീണ്ടും വരാം. അന്ന് നമുക്ക് കാണിച്ചു തരേണ്ടി വരും. അല്ല, അത് സ്വകാര്യമായിട്ട് ആ സാധനം വർക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യണത് സ്വന്തമായിട്ട് കൊണ്ടുപോയി എടുക്കാം. ഓക്കെ, അതാണ് ബാറ്ററിയിൽ വർക്ക് ചെയ്ത് വെച്ചാൽ അങ്ങനെ വർക്ക് ചെയ്ത്. ഓക്കെ, ഇതെല്ലാം പലതരത്തിൽ പല ലോക്കുകളായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതാണ്. പല വശങ്ങളുമാണ് ഇത്. അപ്പോൾ ഏതായാലും പലതരം കട്ടിങ്ങാണ് ഇത്. ഓക്കെ, അപ്പോൾ ഏതായാലും ആരെങ്കിലും ഈ ഏടാകൂടം ശരിയാക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? 5 ദിവസം നമ്മളിവിടെ ഉണ്ടല്ലോ. താല്പര്യമുള്ളവർ വരും. യെസ്, ഓക്കെ.